വാഴ കർഷകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. വാഴ കൃഷിയിൽ വാഴ കൊലച്ചതിന് ശേഷം കൊലയുടെ എല്ലാ കായകളും വന്നതിന് ശേഷം അവസാനമായി ഒരു ഇണ്ണിത്തട്ട എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നുണ്ട്. ഇത് എല്ലാ വാഴക്കുമുണ്ട്. ഈ ഇണ്ണിത്തട്ട പൊട്ടിച്ച് കളയണം, അല്ലെങ്കിൽ എന്താവും ആ ഇണ്ണിത്തട്ടയുടെ വളർച്ച വാഴക്കൃഷിയിൽ ആ വാഴയുടെ കായക്ക് കിട്ടേണ്ട വളർച്ച മുഴുവൻ ഇണ്ണിത്തട്ട വലിക്കും. തൽഫലമായി നമ്മുടെ വാഴക്കൊല തൂക്കം കുറയുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും. തൽഫലമായി കർഷകന് വളരെയധികം നഷ്ടം വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വാഴ കുലച്ചു കഴിഞ്ഞാലും വാഴയുടെ കൊല വന്നതിൻ്റെ ശേഷം, എല്ലാ കൊലയും വന്നതിന് ശേഷമാണ് ഇണ്ണിത്തട്ട പൊട്ടിക്കേണ്ടത്. ഈ ഇണ്ണിത്തട്ട നമുക്ക് വളരെയധികം ടേസ്റ്റാണ്. അത് ഉപ്പേരി വെച്ച് വളരെയധികം ടേസ്റ്റാണ്. ആ ഇണ്ണിത്തട്ടയും അതുപോലെ തന്നെ നമ്മുടെ മുതിരയും കൂട്ടിയിട്ട് നല്ല ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റാണ്. ആ ഇണ്ണിത്തട്ട പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പാണ് എടുക്കാറ്. അത് നമ്മുടെ വലിയ വലിയ ഹോട്ടലിൽ വരെ ഇപ്പോൾ ഇണ്ണിത്തട്ട ഉപ്പേരി കിട്ടുന്നുണ്ട്. കോഴിക്കോട് മാർക്കറ്റിൽ ഇത് ഡിമാൻഡാണ്. വളരെ ടേസ്റ്റാണ്. കൂടുതലും നമ്മുടെ നേന്ത്രയുടെ ഇണ്ണിത്തട്ട വളരെയധികം സ്വാദുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വടിയോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടിയിലൊരു വടി കെട്ടിയിട്ട് ആ മൂട്ടിലൊന്ന് പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇണ്ണിത്തട്ട പൊട്ടിപ്പോകുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നമ്മുടെ വാഴയുടെ ചുവട്ടിലുള്ള എല്ലാ കന്നുകളും വാഴ കൊലച്ചതിന് ശേഷം വെട്ടിയിടേണ്ടതാണ്. അല്ലെങ്കിൽ വളർച്ച മുഴുവൻ കന്നു വലിക്കും. തൽഫലമായി വാഴക്കൊലയുടെ കനം കുറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇണ്ണിത്തട്ട ഒന്ന് പൊട്ടിച്ചിടണമെന്ന് നോക്കാം. ഒരു വടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൈക്കോട്ടോ എടുത്തിട്ട് ഇത്ര പണിയുള്ളൂ. മേപ്പോട്ട് ഒന്ന് പൊന്തിച്ചാൽ മതി, ഉടനെ തന്നെ പൊട്ടി പോകുന്നതാണ്. അതുകൊണ്ട് ഇണ്ണിത്തട്ട ഒരിക്കലും വാഴമേ നിർത്തരുത്. അത് നിർത്തിക്കഴിഞ്ഞാൽ വാഴക്കൊലയുടെ വളർച്ച കുറയും. ഇത് കർഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, താങ്ക് യു.